ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? വൈദ്യുതി പ്രതിസന്ധിയാണ്. വൈദ്യുതിയുടെ ഉപഭോഗം വളരെ കൂടുതലാണ്. അതിനനുസരിച്ച് വൈദ്യുതി നമുക്ക് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന് പ്രകൃതി തന്നെ ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുക എന്നത്. യഥാർത്ഥത്തിൽ അത് പ്രകൃതിയിലേക്കുള്ള ഒരു മടക്കം കൂടിയാണ്. നമ്മൾ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുകയും പ്രകൃതിയെ കൂടുതൽ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വൈദ്യുതി സംവിധാനമാണ് സോളാർ എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ലഭിക്കുക അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക ആളുകളും ഉപദേശിക്കുന്നതും സജസ്റ്റ് ചെയ്യുന്നതും സോളാർ എനർജിയിലേക്ക് മാറൂ എന്നാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മാസം കൂടുമ്പോൾ ഒരു 8,000-10,000 രൂപ വൈദ്യുതി ബില്ല് ഇലക്ട്രിസിറ്റി ബോർഡിന് അടക്കുന്നുണ്ട്. അതുകൂടി ലാഭിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സംവിധാനത്തിൽ മാറുകയാണെങ്കിൽ, അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതിയോട് യോജിച്ചുകൊണ്ട് കൂടിയാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉപകാരപ്രദവും. പൊല്യൂഷന് നമ്മളിവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷനാണല്ലോ. ഈ പൊല്യൂഷൻ ഇല്ലാതെ നമുക്ക് എനർജി, ഗ്രീൻ എനർജി എന്ന് പറയും, നമുക്ക് പച്ചപ്പാണല്ലോ വേണ്ടത്. ഈ പച്ചപ്പ് കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രീൻ എനർജി എന്ന് പറയുന്ന സംഗതി പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ഈ വൈദ്യുതി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹുദൈഫിന് ബന്ധപ്പെടുകയും അങ്ങനെ എൻ്റെ ഈ വീടിന് ആവശ്യമായ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് ഒരു 0 അല്ലെങ്കിൽ ഒരു 100 രൂപയോ 150 രൂപയോ മാത്രം വരുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഞാൻ നിങ്ങളോടുകൂടി പറയുന്നത്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഉള്ള ഈ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡീസൽ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെയുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ നിന്ന് മാറി പ്രകൃതി നമുക്ക് നൽകുന്ന ഈ എനർജി ഉപയോഗപ്പെടുത്താം. നമുക്ക് ഗ്രീൻ എനർജിയിലേക്ക് മാറാം, സോളാറിലേക്ക് മാറാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.